ഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റ് 2025 അവരുടെ ക്യാറ്റ് എക്സാമിൻ്റെ UGയുടെയും PGയുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു റാങ്ക് ലിസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെബ്സൈറ്റിൽ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബാർ കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കണമുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്യാറ്റ് റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈറ്റ് കുറച്ച് ഞാനത് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. പക്ഷേ വീണ്ടും അത് ഇത്തിരി ഡൗൺ ആണ്. ദെൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ടാവും, സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ എഴുതിയേക്കുന്ന ഈ എക്സാമുകൾ, ചിലവർ ഒന്നിലധികം എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആദ്യം തന്നെ കിടക്കുന്നത് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ആയിരിക്കും, അത് എഴുതിയേക്കുന്നത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. BLET ആണെങ്കിൽ അത് കൊടുക്കുക, BTech പ്രോഗ്രാംസ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ BLET ഉണ്ട്, BTech പ്രോഗ്രാംസും ഉണ്ട് കേട്ടോ. BLET എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലേക്കുള്ളതാണ്. നമ്മൾ +2 കഴിഞ്ഞിട്ടുള്ളവർ കൊടുക്കേണ്ടത് BTechൻ്റെ BTech പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ദെൻ അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ഓർ വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുണ്ടാവും. വന്നിട്ടുണ്ട്, ഇതുണ്ടോ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, കണ്ടോ. ഈ സെലക്റ്റിൽ നമ്മൾ ഏതാണോ എഴുതിയേക്കുന്നത്, ഇപ്പോൾ BTech പ്രോഗ്രാം എഴുതിയവരുണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും ഉണ്ടാവും. അപ്പോൾ BTech പ്രോഗ്രാമിൻ്റെ ഇതാണോ 1, 2, 3, 4, 5ാമത് കിടക്കുന്ന BTech പ്രോഗ്രാമാണ് നമ്മൾ CS EC ഒക്കെ പോലുള്ള ഇത് എഴുതിയേക്കുന്നതിന് കൊടുക്കേണ്ടത് കേട്ടോ. BTech ലേറ്ററൽ എൻട്രി അല്ല, അത് ലെറ്റ് സെക്കൻഡ് ഇയറിലേക്കുള്ളതാണ്. അത് കൊടുത്തിട്ട് വ്യൂ കൊടുത്താൽ മതി. പിന്നെ നമ്മളുടെ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, രണ്ടിനും 2 റാങ്കാണ് കേട്ടോ. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിന് വേറെ റാങ്കും അതുപോലെ തന്നെ BTech പ്രോഗ്രാംസിന് വേറെ റാങ്കുമാണ് വരുന്നത്. ഇനി BVOC എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് റാങ്കാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഓരോന്നിനും 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, അങ്ങനെ സ്ട്രീം 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ ഏതൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഞാൻ BTech പ്രോഗ്രാം എന്ന് കൊടുത്തു, ദെൻ അതിൽ വ്യൂ റാങ്ക് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരും. സൈറ്റ് പ്രോബ്ലം ഉണ്ട്, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ ചിലവർ BTechൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, പക്ഷേ BTechൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇൻറ്റഗ്രേറ്റഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. മിക്കവരും ഇൻറ്റഗ്രേറ്റഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ട്. BTechൻ്റെ നിങ്ങൾ ആ ഒരു ഇത് മാർക്ക് എത്താത്തത് കൊണ്ടാണ് അതിൽ വരാത്തത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലും ഇല്ല, ഈ റാങ്ക് ലിസ്റ്റിലും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് എലിജിബിൾ അല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ അർത്ഥം. പക്ഷേ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എക്സാം എഴുതിയതാണ്, അത്യാവശ്യം റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള മാർക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. മെയിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും, കാരണം നമുക്ക് എന്തായാലും റിപ്ലൈ ഒക്കെ തരാറുണ്ട് അവർ മെയിലിന്. പിന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ റാങ്ക്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവരുടെ റാങ്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി സെപ്പറേറ്റ് ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നും കിസാറ്റ് ഇടാറില്ല. നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിലുണ്ടെങ്കിൽ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടാമെന്നല്ലാതെ വേറെ ഒരു കാറ്റഗറി ലിസ്റ്റോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ലിസ്റ്റോ ഇതിലില്ല. നമുക്ക് ഇതാണ് ഫൈനൽ റാങ്ക്. കിസാറ്റ് +2ൻ്റെ മാർക്ക് എടുക്കുന്നില്ല, ക്യാറ്റ് എക്സാമിൻ്റെ മാർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇത് നമ്മളുടെ ഫൈനൽ റാങ്ക് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ പൊസിഷൻ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ലൈക്ക് നിങ്ങളുടെ ഒരു ഇതിൻ്റെ നേരെ നിങ്ങളുടെ റിസർവേഷൻ അതൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി കൂടുതൽ ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ നമ്മുടെ +2ൻ്റെ മാർക്ക് കൊടുക്കലാണെങ്കിലും അല്ലെങ്കിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യലാണെങ്കിലും ഒക്കെ വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാമെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാം. ആണെങ്കിൽ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി പറയാം. കാരണം ഇവിടെ വേറെ ഇൻസ്ട്രക്ഷൻ ഒന്നും അവർ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നമ്മൾക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ സൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൽ ചെയ്തോ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാം. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.